ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യാത്രയുടെ രണ്ടാം ദിനമായ ഇന്ന് നമ്മൾ പോകുന്നത് ഡോർസെറ്റിൽ തന്നെ മറ്റൊരു സ്ഥലമായ സാൻബാങ്ക് എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ്. യു കെയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോസ്റ്റൽ ടൗൺ ആണ് ഈ സാൻബാങ്ക് ആൻഡ് പൂൾ ഹാർബർ എന്ന് പറയുന്ന ഏരിയ. ഇവിടെ ഒത്തിരി സെലിബ്രിറ്റീസ് ഒക്കെ താമസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഇംഗ്ലീഷ് ഗ്രാനിയോടൊപ്പമാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ആക്ച്വലി ഞങ്ങൾ ഈ സാൻബാങ്ക് ഏരിയയിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരി ഇപ്പം വരും. ഇന്നൊരു ക്ലൗഡി ഡേ ആയതുകൊണ്ട് നമുക്ക് ചെറിയ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഇത് പതിയെ ഒക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഈ പൂൾ ഹാർബറും സാൻബാങ്കും വളരെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. ഒരു സൈഡ് ഹാർബർ ഏരിയയും ഒരു സൈഡ് സാൻഡി ബീച്ചസും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സാൻബാങ്ക് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കാർ പാർക്ക് ചെയ്തു. പൂൾ ഹാർബറിനടുത്ത് തന്നെ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബോട്ടുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. നല്ല മനോഹരമായൊരു വിഷ്വലാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാൻഡ്മ വന്നിരിക്കുകയാണ്. സോ പുള്ളിക്കാരിയെ മീറ്റ് ചെയ്തു. ഞങ്ങളിനി അവിടെ നിന്ന് കാർ പാർക്കിലൂടെ നടന്ന് എതിർ സൈഡിലുള്ള സാൻബാങ്ക് ബീച്ചിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ വളരെ നല്ല സാൻഡി ബീച്ചസ്, ക്ലിയർ ആയിട്ടുള്ള സാൻഡി ബീച്ചസാണ് നമുക്കിവിടെ കാണുന്നത്. കൈ തെളിഞ്ഞു വരുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ഫേമസ് ബീച്ചാണെങ്കിലും പക്ഷേ അത്ര കൊമേഴ്സ്യൽ ആയിട്ടുള്ളൊരു ബീച്ച് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ഷോപ്പുകളൊന്നും കാണാനില്ല. ആകെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ടേക്ക് അവേ റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ടോയ്ലറ്റ് ബ്ലോക്കുകളൊക്കെയാണ് കാണുന്നത്. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ടുള്ള സാൻഡ് ആണ്. നമുക്ക് നാട്ടിലെ പോലത്തെ സാൻഡി ബീച്ചാണ് ഇവിടെ ഉള്ളത്. നമ്മളവിടെ കുറേ അധികം സമയം ചിലവിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഹോട്ട് ഡോഗൊക്കെ വാങ്ങി കഴിച്ച് ഇത് ഒരുപാട് എൻജോയ് ചെയ്ത് മണ്ണിലൊക്കെ കളിച്ച് അതിനുശേഷം ഞങ്ങൾ വെള്ളത്തിലിറങ്ങി. ഇതിനൊരു ശകലം പോലും പേടിയില്ലാതെ വെള്ളത്തിൽ ഇറങ്ങി പോകുന്നതൊക്കെ കാണാമായിരുന്നു. അവൻ ഒത്തിരി എൻജോയ് ചെയ്തു, ദേഹമെല്ലാം നനഞ്ഞു. അങ്ങനെ കുറേ സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ അബോട്ട്സ്ബറി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഹെറിറ്റേജ് വില്ലേജിലേക്ക് പോവുകയാണ്. ഏകദേശം ഇവിടെ നിന്ന് 20 മിനിറ്റ് ഡ്രൈവാണുള്ളത്. പോകുന്ന വഴിയൊക്കെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള സീനറി ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. റോഡൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ റോഡും അടുത്തുള്ള സൈഡിലെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്കിവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളത് കുറേ കൃഷിയിടങ്ങളൊക്കെ സൈഡിൽ കാണാം. നല്ല കയറ്റവും ഇറക്കവും വളവും ഒക്കെ ഉള്ള റോഡുകളാണ്. നമ്മൾ ബ്രിട്ടനിലാണോ വണ്ടി ഓടിക്കുന്നതെന്ന് ഒരു നിമിഷം സംശയിച്ച് പോകുന്ന രീതിയിലുള്ള റോഡുകളാണ്. അത്രയ്ക്ക് ചെറിയ റോഡുകളും ഭയങ്കര കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള റോഡുകളാണ്. ഇനി ഇവിടെ നിന്നാണ് നമ്മളെ വില്ലേജിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നുള്ള യാത്ര ഒന്നുകൂടി ചലഞ്ചിങ്ങും അതുപോലെ അടിപൊളിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് ആ വില്ലേജിൻ്റെ ഒരു പനോരമിക് വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ കമ്പം തേനി ഇറങ്ങിപ്പോകുമ്പോൾ തമിഴ്നാട്ടിൽ തേനി ഭാഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ടൊക്കെയാണ് എനിക്കിവിടെ നിന്ന് തോന്നുന്നത്. നല്ല നല്ല കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുത്തനെയുള്ള ഇറക്കമാണ്, ഡേഞ്ചറസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു അതിലുള്ള ഡ്രൈവ്. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാനിയുടെ കാറ് ഫോളോ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വഴിയൊന്നും അത്ര ഒരു തെറ്റില്ല. ഈ പോകുന്ന വഴിക്ക് തന്നെ കടലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതാണ് ഈ യാത്രയെ, ഈ ഒരു വഴിയെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്ന മറ്റൊരു ഘടകം. മൊത്തത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനിക് ഡ്രൈവാണ് ഈ വില്ലേജിലേക്ക് ആളുകളെ കൂടുതൽ അടുപ്പിക്കുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ ഈ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ പഴക്കം ഉള്ള ഒരു വില്ലേജാണ്. ഏതാണ്ട് BC 6000 വർഷങ്ങൾക്ക് മുമ്പ്
തൊട്ട് തന്നെ ഇവിടെ ആളുകൾ താമസിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ക്യാസിലും അതിനുശേഷം ഉണ്ടായ ചർച്ചും ഒക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് അരമണിക്കൂറോളം എടുത്ത യാത്രയ്ക്ക് ശേഷം നമ്മൾ വില്ലേജിനോട് അടുക്കാറായിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്ന് കാണാനുണ്ട് എന്നാണ് ഞങ്ങളോട് ഇംഗ്ലീഷ് ഗ്രാൻഡ്മ പറഞ്ഞത്. വില്ലേജിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് പഴയതും പുതിയതുമായ ഒരുപാട് വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ താമസിക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു ഹെറിറ്റേജ് സൈറ്റാണ് ഈ അബോട്ട്സ്ബറി. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെ താമസിച്ച് നമുക്ക് കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ഇവിടുത്തെ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ ആബി ഫാമും മറ്റേ ക്യാസിലിൻ്റെ റിമൈനിങ്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഈ മുമ്പിൽ കാണുന്നതാണ് ആബി ഹൗസ്. അതിപ്പോൾ ഒരു മ്യൂസിയം ആക്കി അവർ മാറ്റിയിട്ടുണ്ട്. നമ്മൾ അതിനുള്ളിൽ കയറുന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ വില്ലേജിനുള്ളിൽ കൂടെ നടക്കുന്ന പുറമേ ഒന്ന് കാണുക, ഒരു ചായ കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ കാണുന്നതാണ് പഴയ ക്യാസലിൻ്റെയൊക്കെ ശേഷിപ്പ്. ഈ വില്ലേജിൽ ഒത്തിരി ഫാമേഴ്സ് ഉണ്ട്. ഈ വില്ലേജിലെ സ്വാന് അതുപോലെ ഫ്ലവേഴ്സൊക്കെ ഒത്തിരി ഫേമസ് ആണ്. അതിന് മുമ്പ് കാണുന്നത് മാനർ ഹൗസിൻ്റെ മറ്റൊരു റിമൈനിങ് ആണ് മുമ്പിൽ കാണുന്നത്. സത്യത്തിലൊരു ഗോതിക് സ്റ്റൈലിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഭയങ്കര ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗാണ്. അതാണ് അതിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ സ്വാനെ കണ്ടു. അതിൻ്റെ ഒപ്പം കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, കുഞ്ഞു സ്വാനുകളുണ്ടായിരുന്നു. ഇത് കൂട്ടൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതും അതിന് പുറകെ പോകുമായിരുന്നു. അവിടെ ചെറിയൊരു ലേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു വാട്ടർ ബോഡി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ അവിടെ നിന്നൊരു ചായയൊക്കെ വാങ്ങി, ഒരു ബ്രൗണിയൊക്കെ വാങ്ങി. ഇതിന് ഞങ്ങളവിടെ പുറത്തിരുന്ന് ചായയൊക്കെ കുടിച്ചു. ഈ വില്ലേജിലെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ വില്ലേജിൽ ഒത്തിരി വുഡ് കൊണ്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അത് ഒത്തിരി ഫേമസ് ആണ്. നമ്മൾ അങ്ങനെയുള്ളൊരു ആർട്ട് ഗാലറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ 6th സെഞ്ച്വറിയിലെ ചാപ്പലൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു മലയുടെ ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് ഇത്തിരി ഹൈക്ക് ചെയ്ത് അങ്ങോട്ട് കയറണം. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. ആർട്ട് ഗാലറിയിൽ ക്ലോസിങ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അങ്ങനെ ഞങ്ങളുടെ ഈ ഡേ 2 വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഡേ 3 വരും ദിവസങ്ങളിൽ ഇടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.